വസുന്ധര, വൈകുന്നേരം മുതൽ താൻ മോളെ നോക്കൂല്ലേ? താൻ റെസ്റ്റ് എടുത്തോളൂ, ഞാൻ നോക്കിക്കോളാം. അനു ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ തോന്നുക? അനുവിനിപ്പോ കുറച്ച് ഭേദമുണ്ട്, ഒന്നും സംഭവിക്കില്ല. താൻ പോയി റെസ്റ്റ് എടുത്തോളൂ, ഞാൻ നോക്കിക്കോളാം. വേണ്ട ഏട്ടാ, നാളെ രാവിലെ വരെ ഉറങ്ങാതെ അനുവിനെ വളരെ ശ്രദ്ധയോടെ നോക്കണം ഏട്ടാ. അതിനവളുടെ അച്ഛനായ ഞാനിവിടെ ഉണ്ടല്ലോ. അനുവിന് ഏട്ടന് അച്ഛനാണെങ്കിൽ ഞാൻ അവളുടെ അമ്മയല്ലേ? സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. താനൊന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്നുദ്ദേശിച്ച് ഞാൻ പറഞ്ഞതാ. ഏട്ടൻ രാവിലെ മുതലേ ഓഫീസിൽ ഒരുപാട് ജോലി ചെയ്തിട്ട് വരിക. ഏട്ടൻ പോയി റെസ്റ്റ് എടുത്തോ. രാവിലെ മുതൽ താൻ കുട്ടികളെ നോക്കലും വീട് പണിയൊക്കെ ആയിട്ട് നല്ല ടയർഡായിരിക്കല്ലേ, അതുകൊണ്ട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. വീട്ടു ജോലിയും കുട്ടികളുടെ കാര്യമൊക്കെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാ. ഇനിയൊരു 4 മണിക്കൂറൂടെ കഴിഞ്ഞിട്ട് അനുവിന് വീണ്ടും സിറപ്പ് കൊടുക്കാനുള്ളതാ. അതുവരെ ഞാൻ ഉറങ്ങാതിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഈ നെറ്റിയിലെ നനഞ്ഞ തുണിയും മാറ്റി വെക്കണം. ഞാൻ നോക്കിക്കോളാം ഏട്ടാ, ഏട്ടൻ പോയി ഉറങ്ങിക്കോ. അതെ ഏട്ടാ, അവിടെ കിടന്നുറങ്ങ്. നോ പ്രോബ്ലം, ഞാനിവിടെ കിടന്നു. താൻ ഉറങ്ങിക്കാണുമെന്നാ ഞാൻ വിചാരിച്ച. ഏട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ലെന്നേ, ജസ്റ്റ് ഒന്ന് കണ്ണടച്ചെന്നേ ഉള്ളൂ. അനുവിനെ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞതല്ലേ ഏട്ടാ. സിറപ്പ് കൊടുക്കുന്ന കാര്യം ഓർമ്മ വന്ന് എഴുന്നേറ്റതാണോ? ഏട്ടൻ സമാധാനത്തോടെ കിടന്നുറങ്ങ്. അനുമോളുടെ പനി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്.
അനുവിനിപ്പൊ എങ്ങനെയുണ്ട് വസു? ഇപ്പൊ പനി കുറവുണ്ട് അമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട് അനു? ഓക്കെയാണ് വല്യമ്മേ. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മോളുടെ പനി പെട്ടെന്ന് മാറിയല്ലോ. ദൈവാനുഗ്രഹം കൊണ്ടല്ല അമ്മേ. വസുന്ധര കാരണമാണ് അനുവിന്റെ പനി കുറഞ്ഞത്. പാവം, ഇന്നലെ രാത്രി മുഴുവൻ വസുന്ധര ഉറങ്ങാതിരിക്കായിരുന്നു. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവള് കേട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അവള് ഗ്രേറ്റാണ് അമ്മേ. എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനിതൊക്കെ ചെയ്തത് എന്റെ മകൾക്ക് വേണ്ടിയല്ലേ. അനു ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. അവൾക്ക് ക്ഷീണമുണ്ട്. കുറച്ച് ചൂട് പാലും കൊടുത്ത് മോൾക്ക് കഴിക്കാനും എന്തെങ്കിലും കൊടുക്കണം. അപ്പോഴേ ഈ ക്ഷീണമൊക്കെ മാറും. ഞാൻ പോയി പാലെടുത്തിട്ട് വരാമേ. മോൾക്ക് വസുവിനെ പോലൊരു അമ്മയെ കിട്ടിയത് മോളുടെ ഭാഗ്യം. ഇനി നിങ്ങളെ ഓർത്ത് എനിക്ക് യാതൊരു വിഷമവും ഇല്ല. എന്റെ അമ്മേ, രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട ഈ ഡിസൈൻ ഒന്ന് പൂർത്തിയാക്കി എടുത്തത്. എത്രയും പെട്ടെന്ന് ഓഫീസിൽ പോയി ഈ ഡിസൈൻ അഭിയേട്ടനെ കാണിക്കണം. ഗുഡ് മോർണിംഗ് അഖിൽ. കോഫി എടുത്തോ? നമ്മുടെ കല്യാണശേഷം ആദ്യമായി നീ ഒരു നല്ല കാര്യം ചെയ്യുന്നേ. കൃത്യസമയത്ത് കോഫി കൊണ്ടുവന്നു. താങ്ക് യു അഖിൽ. പക്ഷെ ഇപ്പോഴും നിനക്ക് ബുദ്ധിയില്ലാന്ന് തെളിയിച്ചോണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്തു അഖിൽ? ഇത്രയും ചെറിയൊരു കപ്പിന് അത്രയും വലിയ ട്രേഡ് ആവശ്യം എന്താടി? അത് പിന്നെ ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്തതാ. നിന്റെ ഈ ബിൽഡപ്പ് ഒന്ന് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവും. ഞാൻ എന്തൊക്കെ ചെയ്താലും നീ എന്തിനാ അതിലെ കുറ്റം കാണുന്നേ? ചെയ്യുന്ന ജോലി ആത്മാർത്ഥത്തോട്ട് ചെയ്യുകയാണെങ്കിൽ ആർക്കും ബാഡ് ആയിട്ട് തോന്നില്ല. ഓ ഷിറ്റ്, അയ്യോ ഓഫീസിൽ പോകാൻ സമയമായി. കാർത്തികേ, 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 ഈ പെണ്ണിത് എവിടെയാ പോയേ? വീട് മൊത്തം അന്വേഷിച്ചിട്ടും ഇവൾ എവിടെയും കാണുന്നില്ലല്ലോ. ഇത്രയും രാവിലെ ഇവൾ എവിടെയാ പോയേ? ഇനിയെങ്ങാനും ആരോടും പറയാതെ സ്വന്തം വീട്ടിലേക്ക് എങ്ങാനും പോയതാണോ? കുടിച്ച ബാക്കി കോഫി കൈ മുഴുവനായല്ലോ. ഇതൊക്കെ എവിടെ വെച്ചിട്ടാണോ പോന്നേ? എന്താടി നിങ്ങൾ എന്താ ഈ ചെയ്തത് ആന്റി? എന്തു പറ്റി? ആ ഷീറ്റ് എന്തിനാ ഇപ്പൊ കീറിക്കളഞ്ഞേ? ഈ കോഫിയുടെ ബാക്കി എന്റെ കയ്യിൽ മുഴുവനായി. അതാ വേസ്റ്റ് പേപ്പർ വെച്ച് കൈ മുഴുവൻ തുടച്ച് വൃത്തിയാക്കി. അത് വേസ്റ്റ് പേപ്പർ ആയിരുന്നില്ല ആന്റി. അഖിൽ രാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് വരച്ച ഡിസൈനാണ്. ഇളയമ്മേ, രാക്ഷസി, എന്ത് പണിയാ കാണിച്ചത്? നിങ്ങളെ ഇന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഡിസൈൻ ചെയ്ത വർക്കെല്ലാം കൊളമാക്കിയല്ലേ? നിങ്ങളെ ഇന്ന് ചത്തുപോട്ടെ, ചത്തുപോണം നിങ്ങൾ. ആരാ നിങ്ങളുടെ എന്റെ റൂമിൽ വരാൻ പറഞ്ഞത്? നിങ്ങളല്ലേ ഇതൊക്കെ തൊലച്ചു കളഞ്ഞിട്ടല്ലേ? നീ കോഫി കൊണ്ട് വന്നപ്പോഴും ഞാൻ വിചാരിച്ചതാ ഇന്ന് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമെന്ന്.
ആരാടി നിന്നോട് ഇങ്ങോട്ട് കോഫി കൊണ്ടുവരാൻ പറഞ്ഞത്? നിന്നെ കാതീന്ന് രക്തം വരുന്ന രീതിയിൽ വഴക്ക് പറഞ്ഞു ആന്റി. കുട്ടിക്കാലത്ത് അവന് നേരെ സംസാരിക്കാൻ അറിയാത്തോണ്ട് ഞാൻ അവനെ സംസാരിക്കാൻ ശീലിപ്പിച്ചത്. ഞാൻ അന്ന് അങ്ങനെ ചെയ്തോണ്ടാ ഇവനിപ്പൊ എന്നെ ചീത്ത പറയുന്നേ. അമ്മേ, കോഫി കുടിക്കേട്ടാ, എനിക്ക് തണുത്തു പോകും. ഏട്ടന്റെ ജോലികളൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ. അതെനിക്ക് അറിയാം ഭാവനെ, നിന്നെ എനിക്ക് കിട്ടിയത് തന്നെ മഹാഭാഗ്യമാ. ഏട്ടന്റെ കാര്യത്തിൽ ഞാൻ ഏട്ടനെക്കാളും ഭാഗ്യശാലിയാ. കോഫി കുടിക്കേട്ടാ, ഞാൻ പെട്ടെന്ന് അയൺ ചെയ്തുതരാം. സ്വാമി, എനിക്ക് സ്കൂൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. മത്സരത്തിൽ എന്നെ ജയിപ്പിക്കാൻ എനിക്കെന്റെ അമ്മയില്ല. ഞാൻ തോറ്റുപോയാൽ എന്റെ കൂട്ടുകാരെല്ലാം എന്നെ ഒരുപാട് കളിയാക്കും. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യം തന്ന് എന്നെ ജയിപ്പിച്ചേനെ. ഇനി എന്നെ ആരാ ജയിപ്പിക്കാ? പറയൂ സ്വാമി. ഞാൻ ജയിപ്പിക്കാം മോളെ. സ്കൂൾ കോമ്പറ്റീഷനിൽ മോള് ജയിക്കുന്നത് പോലെ മോളെ എൻകറേജ് ചെയ്ത് ഞാൻ ഉറപ്പായും ജയിപ്പിക്കും. എല്ലാവരും മോളെ പുകഴ്ത്തുകയും മോളെ അനുമോദിക്കുകയും ചെയ്യും. എനിക്ക് മത്സരിക്കാൻ പേടിയാ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യം തന്നേനെ. അതിന് ഞാനുണ്ടല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നേ? അതെ അനു, അമ്മ നിന്നെ ധൈര്യപ്പെടുത്തുമല്ലോ. നിന്നെ ഉറപ്പായിട്ടും ജയിപ്പിക്കും. പക്ഷേ എന്റെ അമ്മയെ പോലെ പറ്റില്ലല്ലോ. എന്റെ അമ്മ ഉണ്ടായിരുന്നാലോ എനിക്ക് ധൈര്യം. ഈ അമ്മയും നമ്മുടെ അമ്മയെ പോലെ ആണല്ലോ അനു. നിന്റെ പനി കുറയാൻ സഹായിച്ചു, നിനക്ക് ധൈര്യവും കൂടെ തന്നല്ലോ. മത്സരമായാലും നീ ജയിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം. ഞാൻ പങ്കെടുക്കുന്നില്ല. എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ തോറ്റുപോയാൽ എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ കളിയാക്കും. അനു, മത്സരത്തിൽ മോൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മോൾക്ക് വേണ്ടത് എന്താണെന്നറിയോ? ധൈര്യമാണ്. മനസ്സ് നിറയെ ധൈര്യം ഉണ്ടാവണം. ആ ധൈര്യം എവിടെ നിന്ന് കിട്ടുമെന്നറിയോ? തോൽക്കുമോ എന്നുള്ളൊരു പേടി ഇല്ലാതാകുമ്പോഴാ. ജയിക്കുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവണം. ജയിക്കാൻ വേണ്ടിയുള്ള വാശിയുണ്ടായിരിക്കണം. എല്ലാവരുടെ മുന്നിലും വിജയിച്ച് കാണിച്ചു കൊടുക്കണം. വെറുതെ ഇങ്ങനെ പേടിച്ച് മിണ്ടാതിരുന്ന മോളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഞാൻ തരാം. ഉറപ്പായിട്ട് മോളെ ഞാൻ ജയിപ്പിക്കും. ഇല്ല, അമ്മ എന്റെ അമ്മയല്ലല്ലോ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജയിച്ചേനെ. മോള് ജയിക്കുവാണെങ്കിൽ മോളുടെ അമ്മ തിരികെ വരും. ഞാൻ ജയിച്ച എന്റെ അമ്മ വരുമെന്നോ? മോളുടെ വിജയം കാണാനായി ഉറപ്പായിട്ടും മോളുടെ അമ്മ വരും. സത്യമായിട്ടും വരുവോ? പക്ഷെ മോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കണമല്ലോ. എന്റെ അമ്മ വരുമെങ്കിൽ ഞാൻ പങ്കെടുക്കും. ഉറപ്പായിട്ട് ജയിക്കുകയും ചെയ്യും. വെരി ഗുഡ്. എപ്പോഴും ഇങ്ങനെ ഉത്സാഹത്തോടെ ഇരിക്കണം. ഒരുപക്ഷെ ഞാൻ ജയിച്ചില്ലെങ്കിൽ എന്റെ അമ്മ വരാതിരുന്നാലോ? ഈ ഡൗട്ട്സ് ഒന്നും വേണ്ട. ധൈര്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. മോൾ ഉറപ്പായിട്ടും ജയിക്കും. അമ്മ തിരിച്ചു വരും. ഒരുപക്ഷെ മോള് ജയിച്ചില്ലെങ്കിൽ, മോളുടെ അമ്മ വന്നില്ലെങ്കിൽ പിന്നെ എന്നോട് മിണ്ടണ്ട.
ഓക്കെ ആണോ? ഓക്കേ. അപ്പൊ പിന്നെ നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമല്ലോ? പങ്കെടുക്കും. അപ്പൊ നീ ജയിക്കുമല്ലോ? ഉറപ്പായിട്ടും. ഉണ്ണി, കീർത്തി, അനു കോമ്പറ്റീഷന് റെഡി ആയിക്കോ. ഓക്കെ മുത്തശ്ശി. അനുവിന് നല്ല ധൈര്യമാ കൊടുത്തേ. ഒരുപാട് നന്ദിയുണ്ട് വസു. ഇതെന്റെ കടമയാ അമ്മേ. അനുവിന്റെ പനി നീ മാറ്റി, പേടിയെ നീ മാറ്റി, അവൾക്ക് ധൈര്യം കൊടുത്തു. നീ ശരിക്കും ഗ്രേറ്റ് ആണ് വസു. അയ്യോ, അങ്ങനെയൊന്നുമില്ല ചേച്ചി. എന്താ ഏട്ടത്തി ഇല്ലാന്ന് പറയുന്നേ? എത്ര ഭംഗിയായിട്ടാ മോട്ടിവേറ്റ് ചെയ്തേ. അവൾ എന്തായാലും വിൻ ചെയ്യും. വസു ഒന്ന് മനസ്സ് വെച്ചാൽ സാധാരണ കളിമണ്ണ് പോലും ജീവനുള്ള സുന്ദരമായ ശില്പമായി മാറും. അത് ശരിയാ അമ്മേ. വസുവേട്ടത്തിയുടെ കയ്യിൽ എന്തോ ശക്തിയുണ്ട്. മാജിക് അല്ലേ കാണിക്കുന്നത്. വസുവേട്ടത്തിയെ കൊണ്ട് പറ്റാത്തതായി ഒരു കാര്യമില്ല. ഓരോ വീട്ടിലും നിന്നെപ്പോലെ ഒരാൾ ഉണ്ടാവണം വസു. ഒരു ഫ്രണ്ടായി, ഗൈഡായി, ടീച്ചറായി, അങ്ങനെയെല്ലാം. അപ്പോഴേ ഫാമിലിയിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. മറ്റു ഫാമിലിയുടെ കാര്യം എനിക്കറിയില്ല. നമ്മുടെ ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കുന്നതിന്റെ കാരണം വസുവേട്ടത്തിയാണ്. നീ പറഞ്ഞത് ശരിയാ കാർത്തിക. വസു, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്ക്. ടൈം ആയെന്ന് തോന്നുന്നു. ശരി അമ്മേ. വാ മുട്ടു, വാ. അമ്മേ, എന്താ ആന്റി? ഇടി മരമണ്ടി, വന്ന് നീ ആ വസുവിനെയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നേ. അനുവിനെ വസുവേട്ടത്തി മെസ്മറൈസ് ചെയ്തില്ലേ ആന്റി? ഓടി പൊട്ടി. നീ ഇങ്ങനെ ബുദ്ധിയില്ലാത്തോളെ പോലെ നടക്കുന്നോണ്ടാ ആ വസു ഇവിടെ ഹൈലൈറ്റ് ആവുന്നേ. എല്ലാരും എടുത്തൊന്ന് നീ വഴക്ക് വാങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ അറിവില്ലാത്തവളാണെന്നോ? അല്ല, ഭയങ്കര ബുദ്ധിശാലിയാ നീ. എതിരാളി നല്ല കാര്യങ്ങൾ ചെയ്താലും ശരി, അതിലെ മോശം കാര്യങ്ങൾ കണ്ടെത്തണം. കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, അവരെ ബുദ്ധിമുട്ടിക്കണം. പറഞ്ഞാ മനസ്സിലായി? സ്കൂൾ കോമ്പറ്റീഷനില് അനു ജയിക്കുമെന്നാണ് വസുവേട്ടത്തി പറയുന്നത്. അതെങ്ങനെ തടയാൻ പറ്റും? എന്ത് കുറ്റം കണ്ടുപിടിക്കും? അവിടെയാ നിന്റെ ബുദ്ധി ഉപയോഗിക്കണ്ടേ. അനുവിനോട് വസു എന്താ പറഞ്ഞത്? പെറ്റമ്മയെ പോലെ അനുവിന് വസു സഹായം ചെയ്യാന്നല്ലേ പറഞ്ഞത്. അനു ജയിക്കുകയാണെങ്കിൽ അവളുടെ അമ്മ തിരികെ വരൂന്നല്ലേ പറഞ്ഞു. അഥവാ വന്നില്ലെങ്കിൽ അനു പിന്നെ വസുവിനോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് തന്നെ. അതിലെന്ത് തെറ്റിരിക്കുന്നു? എന്താ തെറ്റില്ലാന്ന് പറയുന്നേ? അനുവിന്റെ അമ്മ എന്താ ജീവനോടെ ഇരിക്കാനോ? ഇല്ലല്ലോ, മരിച്ചുപോയല്ലോ. മരിച്ചുപോയ ഒരാളെ വസു എങ്ങനെ തിരികെ കൊണ്ടുവരും? അനുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, ധൈര്യം കൊടുക്കാൻ വേണ്ടി വസുവേട്ടത്തി കള്ളം പറഞ്ഞതാണ്. വസു പറഞ്ഞ കള്ളം തന്നെയാ നമ്മുടെ ആയുധം. മരിച്ചുപോയ ആളുകൾ തിരികെ വരില്ലെന്നും വസു നിന്നോട് കള്ളം പറഞ്ഞതാണെന്നും അനുവിനോട് പറഞ്ഞ് അവർക്കിടയിൽ വഴക്കുണ്ടാക്കാം. അത് കറക്റ്റ് ആണല്ലോ. ആദ്യ സ്കൂൾ മത്സരത്തിൽ അനു എങ്ങാനും ജയിക്കാതിരിക്കുകയാണെങ്കിൽ അതിലും വലിയൊരു പ്രശ്നം ഉണ്ടാകും. പിന്നെ അനു വസുവിനെ ജന്മത്തിൽ വിശ്വസിക്കില്ല. പക്ഷെ അനു നമ്മൾ പറയുന്നത് കേക്കുവോ? ഇതിനു മുന്നേ കേക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അനുവിനെ നമ്മുടെ സൈഡിലേക്ക് തിരിക്കണം. മത്സരത്തിൽ അനു ജയിച്ചില്ലെങ്കിലും വസുവിന് പ്രശ്നം തന്നെയാ. ജയിച്ചാലും പ്രശ്നം വരുന്നത് പോലെ എന്തെങ്കിലും ചെയ്യണം. അതെങ്ങനെ? ഒരു പക്ഷെ അനു ജയിച്ചില്ലാന്ന് വെച്ചോ, അത് വസുവിന്റെ കഴിവില്ലായ്മ. പെറ്റമ്മ ജീവനോടുണ്ടായിരുന്നെങ്കിൽ അനുവിനെ ഉറപ്പായിട്ടും ജയിപ്പിക്കായിരുന്നെന്ന് നമുക്ക് പറയാം. ഒരു പക്ഷേ അനു ജയിച്ച അപ്പോ വസു അനുവിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരണല്ലോ. മരിച്ചുപോയ ഒരാളെ വസുവിനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റാത്തോണ്ട് അവള് കള്ളമാണ് പറഞ്ഞതെന്നും പറഞ്ഞ വാക്ക് തെറ്റിച്ചെന്നും പറഞ്ഞ് അനുവിനെ നമുക്ക് എരിവി കയറ്റാം. അനു വസുവേട്ടത്തിയുടെ ശത്രുവായി മാറും. വസുവേട്ടത്തിയെ അനു വെറുക്കാൻ തുടങ്ങും. വസുവേട്ടത്തിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണോന്ന് അവള് നിർബന്ധം പിടിക്കും. കറക്റ്റ്. അബിക്ക് അനുവിനേക്കാളും വസു വലുതല്ലാത്തതുകൊണ്ട് ഉണ്ണിയേം കൂട്ടി വസു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളും. പിന്നെ ഈ വീട്ടില് നീ ആയിരിക്കും മഹാറാണി. സൂപ്പർ ആന്റി. ഇതുപോലെയുള്ള ഐഡിയ ഒക്കെ എവിടുന്ന് വരുന്നേ? ബുദ്ധിയുള്ളവർ ആലോചിച്ചാ അതൊക്കെ വരും. അപ്പോ എനിക്ക് ബുദ്ധിയില്ലെന്നാ? ഉണ്ട്, വെറും കളിമണ്ണ. നിങ്ങളുടെ തലച്ചോറ് പൊന്നല്ലേ. ആന്റിയുടെ എത്രയോ പ്ലാനുകൾ ഫെയിൽ ആയിട്ടുണ്ട്. ഈ പ്ലാൻ ഫെയിൽ ആവാനേ പാടില്ല. അനു ആദ്യം ഈ മത്സരത്തിൽ ജയിക്കാതെ നോക്കണം. ജയിച്ചാലും
വസുവിനെ വെറുക്കുന്ന രീതിയിൽ എത്തിക്കണം. എന്തൊക്കെ വന്നാലും വസുവിന് നമ്മൾ ഇത്തവണ പണി കൊടുക്കും. ആ